പൗരത്വ ഭേദഗതി നിയമത്തിൽ വൻ ഇളവുമായി കേന്ദ്ര സർക്കാർ 2024 ഡിസംബർ 31 മുൻപ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിൽ എത്തിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്നതിനുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ബി ബാലഗോപാലുണ്ട്. ബാലു, ഈ അപേക്ഷകളിന്മേൽ അതിവേഗ നടപടിക്കുള്ള നിർദ്ദേശങ്ങളും മറ്റ് മാർഗരേഖകളും എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ? പ്രതീക്ഷ, നേരത്തെ ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നിരുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ഉത്തരവിൽ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിരുന്നത് 2014 ഡിസംബർ 31 മുമ്പ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്ന മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ വിജ്ഞാപന പ്രകാരം 2024 ഡിസംബർ 31 മുമ്പ് ഈ 3 രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്ന മുസ്ലിം ഇതര വിഭാഗങ്ങൾ, അതായത് ഹിന്ദു, ജൈന, ബുദ്ധ, ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 10 വർഷത്തെ ഇളവാണ് ഈ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നൽകിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെയും ആസാമിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് വളരെ സുപ്രധാനമായ ഈ നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം ബംഗാളിലെയും ആസാമിലെയും ഈ ബംഗ്ലാദേശിൽ നിന്നെത്തിയ ഈ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർക്ക് പൗരത്വം ലഭിക്കില്ല എന്ന ആശങ്ക ഇതിനോടകം തന്നെ അവിടെ ഉയർന്നിരുന്നു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ 2024 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലെത്തിയെന്ന ഔദ്യോഗികമായി തെളിയിക്കാൻ കഴിയുന്ന മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്നതിനുള്ള നടപടി അല്ലെങ്കിൽ ഉത്തരവ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ഏതായാലും ഇത് വലിയ ഒരു ചലനം ഈ ബംഗാൾ, അസം തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കുമെന്നാണ് BJP കേന്ദ്രങ്ങളും മറ്റും പ്രതീക്ഷിക്കുന്നത്.